ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ്സാണ്. ഏതാണ്? വേർഡ് പ്രോസസ്സിൻ്റെ ഹയറിൻ്റെ ക്ലാസ്. എല്ലാവർക്കും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹയറിൻ്റെ എക്സാം തുടങ്ങാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹയറിൻ്റെ ആയതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സ്പീഡിൽ നല്ല മാർക്ക് വേണം അല്ലേ? നല്ല മാർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സെക്കൻഡ് പേപ്പറിൽ 50 മിനിറ്റ് തരും അല്ലേ? ഇത് 10 മിനിറ്റാണ് സ്പീഡിന് തരുന്നത്. സ്പീഡിന് 10 മിനിറ്റും സെക്കൻഡ് പേപ്പറിന് 50 മിനിറ്റുമാണ് തരുന്നത്. എല്ലാവരും പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ? അപ്പോൾ വേഗം ചെയ്യാനുള്ള ടിപ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയറിനാണ് കൂടുതലും കുട്ടികൾ തോൽക്കുന്നത്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ലോവറിൻ്റെ പോലെ തന്നെയല്ല അല്ലേ? ലോവറിൽ കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് പേപ്പർ ആയിരിക്കും. സെക്കൻഡ് പേപ്പറിന് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ സെക്കൻഡ് പേപ്പർ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ലോവറിൽ ഷേപ്സിൽ നിന്നാണ് കൂടുതലും ചോദിക്കാറ്. ഹയറിലും ഷേപ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. കൂടുതലായിട്ടും ക്ലിപ്പ് ആർട്ട് അല്ലേ? ക്ലിപ്പ് ആർട്ട്, വേർഡ് ആർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഷേഡോ വരുന്നത് അല്ലേ? ക്ലിപ്പ് ആർട്ടിൽ ഷേഡോ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് കോളംസ് 3 ടൈപ്പായിട്ട് 3 കോളംസ് ആയിട്ട് തിരിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, കോളംസ് നേരെ തന്നെ ടൈപ്പ് ചെയ്യുക. എൻ്റെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താ വേണ്ടത്? ലാസ്റ്റ് എന്താണ്, പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കഴ്സർ ഒന്ന് എൻ്റർ ചെയ്യണം അല്ലേ? എൻ്റർ ചെയ്തിട്ട് കഴ്സർ താഴ്ത്തി നിന്നോട്ടെ. ആ പാരഗ്രാഫിൽ കൊണ്ട് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 3 കോളായിട്ട് തിരിയില്ല. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു പാരഗ്രാഫ് ചെയ്തതിന് ശേഷം അത് 3 കോളായിട്ട് തിരിക്കണം അല്ലേ? അപ്പോൾ എന്ത് വേണം? ലാസ്റ്റാണ് കഴ്സർ ഇരിക്കുന്നത്. എൻ്റെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റാണ് കഴ്സർ ഇരിക്കുന്നത്. അതൊന്ന് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമ്പോൾ താഴത്തോട്ട് വരും അല്ലേ കഴ്സർ? അത് കഴിഞ്ഞതിന് ശേഷം കോളംസ് എടുക്കുക. ഇൻസെർട്ടിലല്ലേ കോളംസ്? ആ ഇൻസെർട്ടിൽ നിന്ന് കോളംസ് എടുത്തിട്ട് 2 കോളംസ് ആണോ 3 കോളംസ് ആണോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കോളംസ് തിരിക്കാനും പിന്നെ അതുപോലെ തന്നെ അതിലുണ്ട് അല്ലേ സിമ്പിൾസ് വേറെ പ്രത്യേകിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. സിമ്പിൾസ് വേറെ ഏതെങ്കിലും എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. അതുപോലെ പിക്ചർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലേ, പിക്ചർ മീൻസ് എന്താണ്? വേർഡ് ആർട്ടിലല്ല കേട്ടോ, എന്താണ്? ക്ലിപ്പ് ആർട്ടിൽ നമ്മൾക്ക് പറഞ്ഞു തന്നതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ളതുപോലെ ഉള്ള പിക്ചേഴ്സ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതിന് സ്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിടുക. സ്പീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. സ്പീഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ലോവർ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ പേടിക്കാതെ തന്നെ സ്പീഡ് ചെയ്യുമ്പോൾ ഹയർ ആണല്ലോ. അപ്പോൾ കുറച്ച് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് സ്ലോ ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നന്നായിട്ട് സ്പീഡിൽ പോയെങ്കിൽ മാത്രമേ ലാസ്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ലോവറിന് ഞാൻ പറഞ്ഞു തന്ന പോലെ കുറച്ച് ഇത്തിരി കൂടി ഇതായിട്ട് ചെയ്താൽ മതി. പക്ഷേ ഹയറിന് അങ്ങനെയല്ല. ഹയറിന് നമുക്ക് അത്രയും വേർഡ്സിലേക്ക് നമുക്ക് എത്തണം അല്ലേ? അത്രയും സ്ട്രോക്ക് ഉണ്ട് അല്ലേ? അത്രയും സ്ട്രോക്കിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും സ്പീഡ് വേണം ഹയറിന്. കുറച്ച് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ബാക്ക് സ്പേസ് അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബാക്ക് സ്പേസ് ഒട്ടും അടിക്കണ്ടെന്നല്ല പറഞ്ഞത്. കുറച്ചൊക്കെ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. എപ്പോൾ നോക്കിയാലും ടൈപ്പ് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ അത് ആക്യുറസി ഉണ്ടാവില്ല. ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു. എന്താണ്? ലോവറിൻ്റെ ഒരു കുട്ടിയാണ് ചോദിച്ചിരുന്നത്, മിസ് ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് അടിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ബാക്ക് സ്പേസ് അടിക്കുന്നത്? നിങ്ങൾക്കത് പറഞ്ഞു തന്ന് ഇങ്ങനെ സ്പീഡൊക്കെ ചെയ്തു തരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലേ? സ്പീഡ് ചെയ്യുമ്പോൾ കുത്ത്, കോമ സാധനങ്ങളൊക്കെ അതൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ബാക്ക് സ്പേസ്, ഞാൻ ബാക്ക് സ്പേസ് അടിക്കുന്ന സ്പീഡല്ല, ഞാൻ സ്പീഡായിട്ടല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് സ്പീഡ് വേണമെങ്കിൽ കാണിച്ചു തരുമ്പോൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സ്പീഡ് പെട്ടെന്ന് തന്നെ പോകാം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പോകണമെന്നല്ല, അത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് തെറ്റുപറ്റുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ സ്പീഡ് അടിക്കുമ്പോൾ ഇതുപോലെയല്ല, നല്ല ഹൈ സ്പീഡ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. സിംഗിൾ കൊട്ടേഷൻ, ഡബിൾ കൊട്ടേഷൻ, അതുപോലെ തന്നെ സ്പേസ് എങ്ങനെയിടുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ, കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തും ആയിക്കോട്ടെ എല്ലാതും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടണം. എന്നാലേ എനിക്ക് ഒന്നുകൂടി ക്ലാസ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലേ, നന്നായിട്ട് ക്ലാസ് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ അറിയിക്കണം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയിക്കണം. എന്നാലേ എനിക്ക് അടുത്തടുത്ത ക്ലാസ്സുകൾ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം പറയാനുള്ളത്, ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതായിക്കോട്ടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം.
എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ. അല്ലാതെ തുടക്കം കണ്ട് കുറച്ച് നമ്മൾ കണ്ടിട്ട് ഡൗട്ട്സ് ചോദിച്ചിട്ട് കാര്യമില്ല. അവരോട് പറയുകയാണ് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ്സാണ്. ഹയറിൻ്റെ ക്ലാസ് കേട്ടോ. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സെക്കൻഡ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പേപ്പറാണ് ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലോവറിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ തന്നെ അല്ലേ, ഇതേപോലെ ഹോമിൽ തന്നെ എന്താണ് എടുക്കേണ്ടത്, ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ കുറച്ച് കൂടുതലുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. പേജ് ബോർഡർ എടുക്കുക. എന്താണ് പേജ് ബോർഡർ. നെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അതുപോലെ തന്നെ അതിൽ സ്റ്റൈല് അല്ലേ, ഏത് സ്റ്റൈലാണോ വേണ്ടത്, ആ പേപ്പറിൽ ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഓക്കെ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ബോർഡർ വരും അല്ലേ. ഈ ബോർഡർ എല്ലാവർക്കും അറിയാം, പക്ഷെ ലാസ്റ്റ് ഇടാൻ നോക്കരുത്. ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് 50 മിനിറ്റ് ആണ് ഇതിൽ തരുന്നത്. സെക്കൻഡ് പേപ്പറിന് 50 മിനിറ്റ് ആണ് തരുന്നത്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ 100 മാർക്കിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നത്. ഈ പേപ്പറിൽ ടേബിളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ടേബിൾ. ചിലപ്പോൾ അത് ഷേപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് വേർഡ് ആർട്ട് ആയിരിക്കാം. അത് ഏതായിക്കോട്ടെ കുഴപ്പമില്ല. നമ്മൾ ചെയ്ത് വർക്ക് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഒരു 50 മിനിറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് പിടിച്ച പേപ്പർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വേണ്ടത്, ഫസ്റ്റ് തന്നെ ഇതിൽ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ മീൻസ് ഇൻസെർട്ടിലാണ് കേട്ടോ. ഇൻസെർട്ട് മെനുവിലാണ് ടേബിൾ ഉള്ളത്. നെക്സ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നിങ്ങൾ എത്ര കോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക അല്ലേ. കോളം ഉണ്ടെന്ന് നമ്മൾ എണ്ണിയെടുക്കുക. അപ്പോൾ ഇതിൽ കോളം 1 2 3 4 5 6 7 കോളംസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത്. എന്താണ് 7 കോളംസ്. അപ്പോൾ 7 കോളംസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 2 3 4 5 6 7 ഓക്കെ, അങ്ങനെ നേരെ കൊണ്ടുവരാം. അത് കഴിഞ്ഞതിന് ശേഷം എത്ര റോ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അല്ലേ. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു, ഇതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് വേണം, എന്താണ് മാനുവൽ. ഞാൻ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. വെർട്ടിക്കലായിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ. നോക്കുക, MANUAL ടെൻഡർ. ഞാനിപ്പോൾ സെക്കൻഡ് പേപ്പറാണ് കേട്ടോ ചെയ്യുന്നത്. സമാധാനപരമായിട്ട് നിങ്ങൾ ചെയ്യുക. തിക്കും തിരക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഈ സെല്ലിൽ സീരിയൽ നമ്പറാണ്. എന്താണ് സീരിയൽ നമ്പർ. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, എല്ലാവരും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ടെൻഡർ ഡേറ്റ്. എന്താണ് ടെൻഡർ ഡേറ്റ്. നെക്സ്റ്റ് എന്താണ് ടെൻഡർ നമ്പർ ആണ്. എന്താണ് ടെൻഡർ നമ്പർ. ഡ്യൂ ഡേറ്റ്. ഡേറ്റിൻ്റെ ക്യാപിറ്റൽ വേണം കേട്ടോ, ക്യാപിറ്റൽ വേണം. അതുപോലെ അടുത്ത സെല്ലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സെല്ലിലേക്ക് പോകും കേട്ടോ. കോസ്റ്റ്. പിന്നെ അടുത്ത സെല്ലിൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് ഫസ്റ്റ് സെല്ലിലെ നോക്കൂ, ഫസ്റ്റ് സെല്ലിലെ എന്താണ് വെർട്ടിക്കലായിട്ടാണ്. എന്താണ് വെർട്ടിക്കലായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെല്ലിലെ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ടാവും. ഇത് ഇത്ര കോളം, ഈ ഒരു കോളല്ലേ ഫസ്റ്റ് കോളല്ലേ, ഈ ഫസ്റ്റ് കോളത്തിനുള്ളിൽ ഈ സെല്ലുകളൊക്കെ പോകണം. ആ സെല്ലുകൾ പോകുന്നതിന് എന്ത് ചെയ്യണം, മെർജാണ് ചെയ്യണം. എന്താണ് മെർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തില്ലേ, അതിനുശേഷം ഈ ബ്ലൂ കളറിൻ്റെ അവിടെ വെച്ചിട്ട് സെലക്ഷൻ ആയ സ്ഥലത്ത് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, മെർജ് സെൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു, മെർജ് സെൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒറ്റ സെല്ലായിട്ട് മാറി. എന്ത്, ആ സെല്ലുകളുടെ വരകളൊക്കെ പോയി. അതാണ് മെർജ് സെൽ. ഒറ്റ സെല്ലാക്കി മാറ്റാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, മെർജ് സെല്ല് യൂസ് ചെയ്യുന്നത്. ഇനി അത് വെർട്ടിക്കലാണ് കിടക്കുന്നത്. എന്താണ് ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടല്ല, വെർട്ടിക്കലായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ ഡയറക്ഷൻ. എന്താണ് സെൽ ഡയറക്ഷൻ കേട്ടോ. സെൽ ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കണ്ടോ, അതുപോലെ തിരിച്ച് അല്ലേ,
എന്താണ് സെല്ലിൻ്റെ താഴത്തോട്ട് പോകുന്നതും മുകളിൽ അങ്ങനെയൊക്കെയുള്ള ഡയറക്ഷൻസ് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. എങ്ങനെ എടുക്കും? ഇവിടെ വെക്കുക, അതിനുശേഷം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ, ഈ സ്റ്റൈലാണ് എടുക്കുന്നത്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു? ഇതുപോലെയാണ് എന്ത് നമ്മുടെ ടെക്സ്റ്റ് ഡയറക്ഷൻ അല്ലേ? ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെയാണ് കിടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇടണം. ഹൊറിസോണ്ടൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, വെർട്ടിക്കൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 12 സൈസിൽ ഇട്ടോളൂ കേട്ടോ എല്ലാവരും. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്തതൊക്കെ 11 ഇതിലാണ് സൈസിലൊക്കെ എടുക്കുന്നത്. 12 സൈസിൽ നിങ്ങൾ ചെയ്ത് വരിക. കുറച്ചുകൂടി സൈസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തോളൂ. സീരിയൽ നമ്പർ കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് ഇങ്ങനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ആക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? സെൻറ്റർ കേട്ടോ. ഇതുപോലെ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരിക. സീരിയൽ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സീരിയൽ നമ്പറും കൂടി സെൻറ്റർ ആക്കണം കേട്ടോ. അത് സെലക്ഷനിൽ പെട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 1 എന്താണ്? 1. ഡൗണറെ ക്ലിക്ക് ചെയ്ത് 2, അതറിയാലോ, ഡയറക്ഷൻസ് ആണ്. ഡൗണറെ ക്ലിക്ക് ചെയ്ത് 3, ഡൗണറെ ക്ലിക്ക് ചെയ്തിട്ട് 4. ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്തത് എന്ത് ചെയ്യണം? ഇതിനെ മൊത്തമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴും സെറ്റ് ചെയ്തെടുത്തോളൂ. അല്ലെങ്കിൽ അത് പിന്നീട് അത് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല കേട്ടോ. ഹയർ ആണ്, ഇത്ര മിനിറ്റ് ഉള്ളൂ, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കോളത്തിൻ്റെ വിട്ട് കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിന് വിട്ട് ഇതുപോലെ ഇങ്ങനെ മൂവ് ദ ടേബിൾ കുറയ്ക്കുക. കണ്ട? മൂവ് ദ ടേബിൾ കണ്ട? വിട്ട് കൂട്ടുക, വിട്ട് കുറയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വിട്ട് കൂടും, ഇങ്ങനെ ചെയ്യുമ്പോൾ വിട്ട് കുറയും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ ടെൻഡർ നമ്പർ അല്ലേ, ഇതൊക്കെ സെൻറ്റർ ആക്കണം കേട്ടോ. ഞാൻ സെൻറ്റർ ചിലപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ അത് സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ കിടന്നത്. ഇതൊക്കെ സെലക്ട് ആക്കിയിട്ട് സെൻറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ത്? ടെൻഡർ ഡേറ്റ്. ടെൻഡർ ഡേറ്റ് മീൻസ് 15/11/15 എന്നാണ് ഇവിടെ കിടക്കുന്നത്. 15/11/2015 അല്ലേ? ഈ 2015 എന്ന് പറയുമ്പോൾ ഇതിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു അല്ലേ? എന്താ ഇത്ര ഈ ഒരു സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇതിനെയും എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. മെർജ് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റ സെല്ലാക്കി മാറ്റുക. അത് ഇവിടെ ചെയ്തില്ല ഈ ഭാഗത്ത്. അതുപോലെ തന്നെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. എവിടെ വരെ ചെയ്യണം? ഇത് വേണ്ട കേട്ടോ, ഈ സെല്ലിനെ ഉൾപ്പെടുത്തണ്ട. ഇതേപോലെ ചെയ്യണം. ഇതേപോലെ ഇതുപോലെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? മെർജ് സെല്ല്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ സംഭവത്തിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഈ ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു? ഇതേപോലെ വന്നു. ഇനി ഇതിനെ വേണമെങ്കിൽ കണ്ട ഈ 2015 എന്നുള്ളത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ വിട്ട് ഒന്ന് ഹൈറ്റ് ഇതിൽ കൂട്ടി കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം? സെൻറ്റർ ആക്കുക. ഇതിനെ സെൻറ്റർ ആക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇതിൻ്റെ കണ്ടോ നോക്കിയേ, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ചെയ്യാനായിരിക്കണം. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒരു കാര്യമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സെൻറ്ററാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററും റൈറ്റും ഇതാണ്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ. ഇനി അലൈൻ സെൻറ്റർ നോക്കിയാൽ സെൻറ്റർ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ വരണമെങ്കിൽ ഇതിൻ്റെ സെല്ലിൻ്റെ സെൻറ്റർ അല്ല ഈ കിടക്കുന്നത് അല്ലേ? ഏത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റും സെൻറ്ററും റൈറ്റും ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ കണ്ടോ, ഇതാണ് സെൻറ്റർ. അപ്പോൾ എന്ത് വന്നു? ഈ സെല്ലിൻ്റെ സെൻറ്റർ വന്നു. അതെങ്ങനെയാണ്? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെല്ലിൻ്റെ സെൻറ്റർ വരണമെങ്കിൽ സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ കേട്ടോ, ഇത് സെൻറ്റർ എടുക്കുക. ക്ലിയർ ആയോ? ഇനി ലെഫ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഇതിൽ സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്യുക. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നു 4th അല്ലേ? 4 വന്നു ഇതേ. അപ്പോൾ ഇത് ക്ലിയർ ആയി അല്ലേ? ഇനി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെൻഡർ നമ്പർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു കേട്ടോ.
ഇത് ഒരു കുട്ടി എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതാണ്, ഇതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതേ രീതിയിൽ ചെയ്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ചെയ്തു തരാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയോട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് ചോദിച്ചപ്പോൾ തന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇനി എന്ത് വേണം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് വേണം? ഇതേപോലെ കണ്ടോ, ഇവിടെ ഡ്യൂ ഡേറ്റിൻ്റെ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഡേറ്റുകൾ കൊടുക്കുക. 2015 അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഞാനിവിടെ ഫില്ല് ചെയ്യാണ്. 2020 15/07/2015 ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇത്രയും ക്ലിയർ ആയല്ലോ? അതും കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തെ കേട്ടോ ഇതേപോലെ ഇതിനെ വെച്ചിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഈ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് മുകളിലേക്ക് ഡ്രാഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇതിന് ഇനി കുറച്ചും കൂടി ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ക്ലിയർ ആക്കാം അല്ലേ? ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സെൽ അലൈൻമെൻറ്റ് സെൻറ്റർ, അപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കോസ്റ്റ് അല്ലേ? കോസ്റ്റിൽ ഏതാണ്? കോസ്റ്റിൽ എന്താണ് നമുക്ക് കുറച്ച് ലക്ഷങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 45 അല്ലേ, 789/ ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അത് നിങ്ങളുടെ നമ്മുടെ ഇഷ്ടമല്ല, ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്നതാണ്. 14,750/ ഇങ്ങനെ കേട്ടോ. നെക്സ്റ്റ് എന്താ ചെയ്യണം? ഇതേപോലെ 13,// ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ. ഓക്കെ, വിൻഡോ, ജസ്റ്റ് ഗ്ലാസ്, ഫൈബർ. നെക്സ്റ്റ് അടുത്തത് വാൽവ്, സീറ്റ്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സ്പ്ലിറ്റ്, കോട്ട. ക്ലിയർ? ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെന്ത് ചെയ്യണം? ഈ ഭാഗത്തുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം അല്ലേ? കുറച്ച് അങ്ങോട്ട് കയറി പോകണമെങ്കിൽ മൂവ് ചെയ്യാം. ഫൈബർ നമുക്ക് ഇഷ്ടമുള്ള കറക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതേ ഇതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഇനി ഇതും എന്ത് ചെയ്യണം? നമുക്ക് ആ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് വരണമെങ്കിൽ ഇവിടെ വെച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ കൊടുക്കുക. അപ്പോൾ സെൻറ്ററായി. ഓക്കെ, നെക്സ്റ്റ് എന്ത് കൊടുക്കണം നോക്കിയാൽ ഇതും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സെൻറ്റർ ആക്കുക. നെക്സ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കണം, സെൻറ്റർ ആക്കുക. അപ്പോൾ എല്ലാതും ഈക്വലായിട്ട് വരും. അപ്പം ഇതും നിങ്ങളും ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് ഒരു സെൽ കേട്ടോ. ഇത് മൊത്തമായിട്ടൊരു മെർജ് സെല്ലിലാണ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഈ സെല്ലിൽ തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. സീൽഡ്, നല്ല സ്പീഡൊക്കെ വേണം കേട്ടോ, അല്ലാതെ എന്താ പറയുക, നിങ്ങൾക്ക് സ്പീഡില്ലെങ്കിൽ എത്തില്ല. കുറച്ച് സ്പീഡൊക്കെ വേണം. ഞാൻ സ്പീഡിൽ ഞാൻ ലോവർ ചെയ്തപ്പോൾ കുറച്ച് സ്ലോവിലാണ് ചെയ്തത്. അത് എന്തൊക്കെ തെറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്പീഡിൽ ഞാൻ ചെയ്യില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് സ്പീഡിൽ ഞാൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണ്ടേ, കഴിയണ്ടേന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നോക്കുക, റെയിൽവേ ഇങ്ങനെ ചെയ്യണം, കൃത്യമായിട്ട് വായിച്ച് ടൈപ്പ് ചെയ്യണം കേട്ടോ. റെയിൽവേ ചെന്നൈ. ഞാനിതിപ്പോൾ എന്തൊക്കെ തെറ്റ് വരാമെന്നുള്ളത് പറയണ്ടേ, അതുകൊണ്ടാണ് ഇത്തിരി ഇതിൽ പോകുന്നത്. ദി ഡേറ്റ് ഷോൺ. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ഇത്തിരി സ്പീഡിലൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റഡ്, ടെൻഡർ, ഡോക്യുമെൻറ്റ്സ്, വിൽ ബി റിസീവ്ഡ് കഴിഞ്ഞിട്ട് അപ് ടു 40 hours, ഫുൾ സ്റ്റോപ്പ് ഓഫ് ദി ഡ്യൂ ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഇതിപ്പോൾ ഒറ്റ സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ കേട്ടോ? ഒറ്റ സെല്ലില്ലേ? അപ്പോൾ അത് അടിയിലേക്കാണ് പോകുന്നത് അല്ലേ, പോയിരിക്കുന്നത്. ഒരു പാരഗ്രാഫായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
നമ്മൾ മൊത്തമായിട്ട് ഇതുപോലെ അങ്ങോട്ട് സെലക്ട് ചെയ്യും. അങ്ങോട്ട് നേരെ കണ്ട ഒരു സെല്ലിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒറ്റ സെല്ലിൽ ടൈപ്പ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ബ്ലൂ കളറിൻ്റെ അവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഇപ്പോൾ തന്നെ എന്തായി, കണ്ടോ മെർജ് സെല്ല് ക്ലിക്ക് ചെയ്തപ്പോൾ ഒറ്റ സെല്ലായിട്ട് മാറി. ക്ലിയർ? അതിനുശേഷം നമ്മൾ ജസ്റ്റിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്യുമ്പോഴേ കണ്ടോ ഈ ഭാഗം ഈക്വലായിട്ട് വരും, ഈ പാരഗ്രാഫിൻ്റെ ഈക്വലായിട്ട് വരും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാനായിരിക്കണം. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയില്ലേ? അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ആ സെല്ലിൽ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ നല്ലോണം. അത് താഴത്തോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നേരെ വന്നോളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് 50 മിനിറ്റ് ഒക്കെ ഉണ്ട്. ഇത്തിരി സ്ലോവിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് കുറച്ചും കൂടി ഞാൻ സ്ലോവിൽ അങ്ങോട്ട് പോകുന്നത്. പാരഗ്രാഫൊക്കെ വരുമ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ സ്പീഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സൗത്തേൺ റെയിൽവേ എന്ന് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെയല്ല ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ കിടക്കുന്നത് സൗത്തേൺ റെയിൽവേ എന്ന് പറയുന്നത് വേഡ് ആർട്ടാണ്. എന്താണ് വേഡ് ആർട്ട് അല്ലേ? വേഡ് ആർട്ട് എന്താണ്? ഇൻസർട്ടിലാണ് വേഡ് ആർട്ട് ഉള്ളത്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേഡ് ആർട്ട് കണ്ടോ, ഇതാണ് വേഡ് ആർട്ട്. ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, വേഡ് ആർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ കണ്ടോ, ഈ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ അതിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വേഡ് ആർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്താലേ അതേ സ്റ്റൈൽ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, സൗത്തേൺ റെയിൽവേ, സൗത്തേൺ റെയിൽവേ. അതിനുശേഷം എന്ത് കൊടുക്കണം, ഏതൊന്ന് കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. ഒരു 28 30 ഇടാം, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വന്നു കണ്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇതിൽ എഡിറ്റ് ടെക്സ്റ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എഡിറ്റ് ഇവിടെ കണ്ടോ, ഈ സൈഡിൽ എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, സൂം അത്ര വലിയത് വേണ്ട, നമുക്ക് ഒരു 18 മതി. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇതിനേക്കാളും കുറച്ചും കൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഡിറ്റ് ടെക്സ്റ്റ് ഭാഗത്തുണ്ടാവും, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മളെന്ത് കൊടുക്കണം, ഒരു 16 വരിക. ഓക്കെ കൊടുക്കുക. അപ്പോൾ മനസ്സിലായോ ചെറുതാക്കണതൊക്കെ? ഈ വേഡ് ആർട്ടിൻ്റെ പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഈ ഓപ്ഷൻസ് അവിടെ പോകും കണ്ടോ. ഇവിടെ ഇത് റെയിൽവേയുടെ അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻസ് വരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇത് മൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, ലോക്കാണ്. ലോക്ക് പിടിക്കുന്ന എന്ത് ചെയ്യണം, ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് റാപ്പിംഗ് ക്ലിക്ക് ചെയ്യുക. ബിഹൈൻഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്താണ് ബിഹൈൻഡ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ടൈറ്റോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. എന്താണ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ലോക്ക് വിട്ടു കണ്ടോ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണോ? കണ്ടോ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെയാണ് കഴ്സർ നിൽക്കുന്നത്. ഇനി ഒരു പാരഗ്രാഫാണ് വരുന്നത്. പാരഗ്രാഫ് ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് എന്നിട്ട് പറയാം, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, അണ്ടർലൈൻ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ, അതൊക്കെ ഇടണം, എന്നാലാണ് മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. റെയിൽവേ, കോമ ഉണ്ടെങ്കിൽ കോമ ഇടണം കേട്ടോ. ഇൻ ഈസ് പ്രസൻറ്റ് ഫോം കെയിം ഇൻ ടു, തെറ്റുകളുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ അത് തിരുത്താൻ നിൽക്കണ്ട. എന്ത് കൊടുക്കണം, തെറ്റുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ലാസ്റ്റ് ഈ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തോളൂ കേട്ടോ. ത്രൂ ദ മെർജർ ഓഫ് ദി 3 സ്റ്റേറ്റ് റെയിൽവേസ് namely Madras and Southern Maharashtra Railway. എന്താണ് വേണ്ടത്, സൗത്തേൺ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര റെയിൽവേ അല്ലേ. ആൻഡ് സൗത്തേൺ റെയിൽവേ അല്ലേ. എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളുടെ ഒരു ഇതാണ്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കോമ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു സ്പേസ് ആണ് കേട്ടോ. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 സ്പേസൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പേസ് ഒന്നും വേണ്ട, ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത്. റെയിൽവേ ഫുൾ സ്റ്റോപ്പ്, ആൻഡ് ഫുൾ സ്റ്റോപ്പ് അല്ല, കോമ, ആൻഡ് ദി മൈസൂർ
സ്റ്റേറ്റ് റെയിൽവേ, സൗത്തേൺ റെയിൽവേസ്. കണ്ടോ, ഈ കൊട്ടേഷനൊക്കെ ഇടണം കേട്ടോ, സിംഗിൾ കൊട്ടേഷനൊക്കെ ഇടണേ, അല്ലെങ്കിൽ മാർക്ക് പോകും. പ്രസൻറ്റ്, നെറ്റ്വർക്ക്, എക്സ്റ്റെൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നത് ഇതേപോലെ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യാസ് അല്ലേ, ഇന്ത്യാസ്. വീണ്ടും സൗത്തേൺ അല്ലേ, സൗത്തേൺ പെൻസുല, ഫുൾ സ്റ്റോപ്പ്, കവറിങ്, ഫുൾ സ്റ്റോപ്പ് കവറിങ് ദി സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട് ടു കേരള. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വല്ല കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സൗത്ത് എന്ന് പറയുമ്പോൾ എസ് ക്യാപിറ്റൽ അടിച്ചോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും കറക്റ്റായി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഭാഗം ഈക്വൽ വരണം അല്ലേ, എന്താണ് ലെഫ്റ്റ് ഭാഗം ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ റൈറ്റ് ഭാഗം ഈക്വൽ വരണമെങ്കിൽ നെക്സ്റ്റ് ഈ പാരഗ്രാഫിൽ കൊണ്ട് കേഴ്സർ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റല്ല, സോറി, നോക്കിയേ, ഏതാണ് ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്യുക. കേട്ടോ, ജസ്റ്റിഫൈ ആണ് കേട്ടോ, 4ാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കോളംസ് ആയിട്ടുള്ള കോളംസ് കുറേ കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതെങ്ങനെയാണ് വരയ്ക്കുക, 3 കോളംസ് ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, സിമ്പിൾ തന്നെയാണ്. ഒരു പാരഗ്രാഫ് അങ്ങോട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. റിക്രൂട്ട്മെന്റ് അല്ലേ, റിക്രൂട്ട്മെന്റ് ബോർഡ്സ്. ഇത് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. RRBS ക്യാപിറ്റൽ, എസ് ക്യാപിറ്റൽ കേട്ടോ, സ്മോൾ ലെറ്റർ. ഇതിലൊന്നും ബാക്ക് സ്പേസ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലൊന്നും സ്പീഡ് അടിക്കുമ്പോഴും നിങ്ങൾ കുറച്ചൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് ബാക്ക് സ്പേസ് അടിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ ടൈം പോകും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ടൈപ്പ് ചെയ്യുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ബാക്ക് സ്പേസ് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് പേപ്പറിൽ കുറച്ച് നേരമൊക്കെ ഉണ്ട്. അപ്പോൾ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ഇതിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുന്ന കാരണം, പറഞ്ഞു തരുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കുന്ന കാരണമാണ് ഇടയ്ക്ക് എനിക്ക് RRBS ക്യാപിറ്റൽ ബാക്ക് സ്പേസ് അടിക്കേണ്ട വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. സിറ്റിസൺസ് അല്ലേ, ത്രൂ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഫോർ recruitment of various technical non ഹൈഫൺ ഇടണം കേട്ടോ. ഹൈഫൺ ഇടുന്ന സ്ഥലത്തൊക്കെ ഹൈഫൺ ഇടണം. ഓക്കെ, ആൻഡ് പാരാമെഡിക്കൽ പോസ്റ്റ് ഇൻ ഗ്രൂപ്പ് A, ഇതിനൊക്കെ മാർക്ക് ഉണ്ട്. A, B, C. ഞാൻ ഇത്രയും സ്പീഡിൽ ചെയ്യുന്നുണ്ട്. അത്രയും സ്പീഡിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. കാരണം ഇത് കറക്റ്റ് നല്ല ഭയങ്കര ടഫായിട്ടുള്ള വാക്കുകളായിരിക്കാം ചിലപ്പോൾ. അപ്പം നിങ്ങൾ നന്നായിട്ട് സ്ലോവിൽ ചെയ്താൽ മതി. അത്ര വലിയ സ്ലോ ഒന്നല്ല പറഞ്ഞേ, ഓഫ്ലൈൻ എന്നല്ല ഓൺലൈൻ ആണ്, ഇതായിക്കോട്ടെ, കുഴപ്പമില്ല. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഫുൾ സ്റ്റോപ്പ്. ഇന്ത്യ ഗവൺമെൻറ് ജോബ്സ് ബ്ലോഗ് എവരി വീക്ക് പ്രൊവൈഡിങ് ലേറ്റസ്റ്റ് വീക്ക്. ലേറ്റസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ലേറ്റസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ജോബ്സ് നെക്സ്റ്റ് 2015 ആൻഡ് ഹൈഫൺ ഇടണം കേട്ടോ. ഹൈഫൺ ഇടുന്ന സ്ഥലത്ത് ഹൈഫൺ ഇടണം. 2016 അപ്ഡേറ്റ്സ് ഇൻ ദിസ് പേജ് ഫുൾ സ്റ്റോപ്പ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കൺട്രോൾ ബോർഡ് RRCB. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈസ് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പാരഗ്രാഫ് ടൈപ്പ് ചെയ്താലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. തോന്നിയതുപോലെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ മിനിസ്ട്രി ഓഫ്
റെയിൽവേ, എനിക്ക് ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഇതിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് പോകുന്നത്. ബോർഡ്സ് അറ്റ് പ്രസൻറ്റ് 19 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സ് ആർ ഫങ്ഷനിങ് ആണ്, ഫങ്ഷനിങ് കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ ജെ അടിച്ചോളൂ. കൺട്രോൾ ജെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ റൈറ്റ് സൈഡ് ഈക്വൽ വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം എന്നറിയോ, ഒരു പാരഗ്രാഫ് നിങ്ങൾ ടൈപ്പ് ചെയ്തില്ലേ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് ഈ ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റ് വെച്ചുകൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്, കോളംസ് എടുക്കേണ്ടത്. ഒന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുക, അതാണ് നിങ്ങളുടെ മെയിൻ കാര്യം. ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കോളംസ് ആയി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് കഴ്സർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുതെന്ന് ഇൻസെർട്ടിൽ കോളംസ് പേജിലോട്ട് രണ്ടാ ഉള്ളത് കോളംസ്. അപ്പോൾ എന്താണ്, പാരഗ്രാഫ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം എൻ്റർ ചെയ്യുക. അതിന് ശേഷമേ എന്തെടുക്കാൻ പാടുള്ളൂ, പേജ് ലേഔട്ടിൽ കോളംസ് എടുക്കാൻ പാടുള്ളൂ. അത് മെയിൻ കാര്യം. കുറേ കുട്ടികൾക്ക് അത് ശരിയാവണില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വെച്ചതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കോളംസ് തിരിഞ്ഞ് വരില്ല, അതുകൊണ്ടാണ് ചിലപ്പോൾ രണ്ടെണ്ണക്കായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എറർ വരാം, ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യണം. പാരഗ്രാഫ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ റെയിൽവേ എന്നുള്ളതിൻ്റെ ഇവിടം വരെ സെലക്ട് ചെയ്യുക അല്ലേ, പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജ് ലേഔട്ടിലാണ് എന്തുള്ളത്, കോളംസ് അല്ലേ. ഈ കോളംസിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 3 കോളംസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, 3 കോളംസ് 3 ക്ലിക്ക് ചെയ്യുക കണ്ടോ. അപ്പോൾ 3 ആയിട്ട് എന്ത് ചെയ്യണം കണ്ടോ, നമുക്ക് കണ്ടോ 3 ആയിട്ട് അത് തിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ മനസ്സിലായല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ 2 എണ്ണമായിട്ടൊക്കെ തിരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഒരു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം അടിയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഏതെടുക്കേണ്ടത്, പേജ് ലേഔട്ടിൽ കോളംസ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും മതി, വേറൊന്നും നോക്കണ്ട. ഇനി ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, ലൈൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസെർട്ടിൽ ഷേപ്സിൽ ഇത് രണ്ടാമത്തെ ലൈൻ കണ്ടോ, ഏരോ ഉള്ളതല്ല രണ്ടാമത്തെ. ക്ലിക്ക് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ളത് കണ്ടോ, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഒന്നുകൂടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കുറച്ചും കൂടി ഡ്രാഗ് ചെയ്യുക. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തോളൂ, കുഴപ്പമില്ല. ക്ലിയർ. ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ ഇവിടെയും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പച്ച കളർ വരും. കൺട്രോൾ സി അടിക്കുക, എന്താണ് കൺട്രോൾ സി കൺട്രോൾ വി അടിക്കുക. അപ്പോൾ എന്ത് വന്നു, ആ ലൈൻ ഇപ്പത്തേക്കും വന്നു കണ്ടോ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു വാഹനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സ് എവിടെ നിന്ന് കിട്ടും, ഈ വാഹനം ഇൻസെർട്ടിൽ പിക്ചേഴ്സിലാണ് കിട്ടുന്നത്. പിക്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതിൽ വേറൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഇതിലെവിടെ നോക്കട്ടെ, ഇത്രയ്ക്ക് മനസ്സിലായല്ലോ. ഇനി ഏതാ എടുക്കേണ്ടത്, ഈ ഭാഗത്ത് ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ആ പിക്ചർ ഏതിൽ നിന്ന് എടുക്കുക, ഇൻസെർട്ടിൽ തന്നെ. എന്താണ് ഇൻസെർട്ടിൽ തന്നെ ഏതിനാണ്, ക്ലിപ്പാർട്ട് എന്നൊരു സംഭവം ഉണ്ടാവും. ക്ലിപ്പാർട്ട് കണ്ടോ, ഇതുപോലെ ഇൻസെർട്ടിൽ തന്നെ കൂടുതൽ എടുക്കുന്നത് ക്ലിപ്പാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ തന്നെ, ഈ റൈറ്റ് സൈഡിൽ തന്നെ ഓർഗനൈസ് ക്ലിപ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നാണ്, ഓർഗനൈസ് ക്ലിപ്സ് അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോക്സ് വരും, അതിൽ ഓഫീസ് കളക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്താണ് ഓഫീസ് കളക്ഷൻസ് ക്ലിക്ക് ചെയ്യുക കേട്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ള പിക്ചേഴ്സ് കുറച്ച് നേരം വേണമെങ്കിൽ നോക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ സമയം കളയരുത്. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് എടുത്തിടുക, കുഴപ്പമൊന്നുമില്ല, കുറച്ച് മാർക്കേ പോകുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് യോജിച്ചതായിട്ടുള്ള വാഹനങ്ങളോ അങ്ങനത്തെയുള്ള പിക്ചേഴ്സ് ഇടുക. ഓക്കെ. അപ്പോൾ ഇവിടെ ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്സ് അല്ല, വാഹനങ്ങളായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പിക്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അല്ല കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് എടുത്ത് ഇട്ടോളൂ, കുഴപ്പമില്ല. കുറച്ച് മാർക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രി, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ എടുത്തിടാൻ പോകണം, ഈ ഒരു പിക്ചേഴ്സ് ഇടാൻ പോകണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം,
ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ പിക്ചേഴ്സിന് ആവശ്യം വെച്ചാൽ ഈ പിക്ചേഴ്സിനെ ക്ലിക്ക് ചെയ്തിട്ട് വിടാതെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എവിടെ കൊണ്ടുവരണം? ഇപ്പോൾ ഒരു പേപ്പറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പിക്ചേഴ്സിനെ വളരെ കുറച്ച് കണ്ടോ, ഈ കോർണർ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കുക. കണ്ടോ, ക്ലിക്ക് ചെയ്തിട്ട് കുറയ്ക്കുക. കണ്ടോ, ഇങ്ങനെ കുറയ്ക്കുക. കണ്ടോ, കണ്ടോ, ഇങ്ങനെ കോർണറിൽ പിടിച്ച് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ, അതൊന്നും പോകുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ പോകുന്നില്ല. ഇങ്ങനെ ഈ വരികളൊന്നും പോവില്ല. ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് പിക്ചർ കിടക്കുന്നത്. ഏത് ഭാഗത്ത്? ഈ ഭാഗത്തായിട്ടാണ് പിക്ചർ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊന്നും കൂടി ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മേലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് റാപ്പിംഗ് എടുത്തിട്ട് സ്ക്വയറോ അങ്ങനെ എടുക്കുക. എന്നിട്ട് അപ്പോൾ ഉണ്ടോ ഇത് നോക്കിയേ, ഇതേപോലെ വന്നു. സ്ക്വയറോ എന്തെങ്കിലും എടുത്തിട്ടാൽ മതി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആയിക്കോളും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിന് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കാം. ഉണ്ടോ, ഇത്രയും മതി. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാഹനങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്താൽ മതി. ഇതിനെ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻ കുറച്ചും കൂടി താത്താം. മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഉണ്ടോ, ഇതിനെ ഈ ലൈൻ കുറച്ചും കൂടി എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഒരു ക്ലിപ്പാർട്ടിൽ നമുക്ക് ക്ലിപ്പാർട്ടിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിടുന്നത്. ഷേപ്സിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇൻസെർട്ടിൽ ഷേപ്സിൽ നിന്ന് മാത്രമല്ല, ക്ലിപ്പാർട്ടിൽ നിന്നും വരും. ഹയറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോൾ ക്ലിപ്പാർട്ടിൽ നിന്നും വരും. പിന്നെന്താണ്? ഷേപ്സിൽ നിന്നും വരും. ക്ലിപ്പാർട്ടിൽ നിന്ന് എടുക്കുന്ന വിധം മനസ്സിലായല്ലോ. ഇനി ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ കാണിച്ചു തരണോ പിക്ചേഴ്സ് എങ്ങനെ എടുക്കാമെന്ന്? ക്ലിപ്പാർട്ട് എടുക്കുക, ഇൻസെർട്ടിൽ നിന്ന് ക്ലിപ്പാർട്ട് എടുക്കുക. നെക്സ്റ്റ് ഈ റൈറ്റ് ഭാഗത്ത് ഓർഗനൈസ് ക്ലിപ്സ് എന്ന സംഭവം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഓഫീസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാവും, മഞ്ഞ കളറിൽ, അത് ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? കുറേ ഫോൾഡർ ഉണ്ടാവും അല്ലേ? ആ ഫോൾഡറിൽ എന്താണ് നമുക്ക് ആവശ്യം? ഫുഡിനെ കുറിച്ചാണോ, ഫുഡിൻ്റെ പിക്ചേഴ്സാണോ, ഏതായിക്കോട്ടെ. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് എടുത്തിടുക. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. ഇത് മേലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈ പിക്ചറിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഈ പിക്ചർ വന്നു. ഇനി ഇതിനെ കോർണറിൽ കണ്ടോ 2 ഏരോ വരണ്ട, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഈ പിക്ചേഴ്സ് കാണുന്നില്ല, അത് പോയിട്ടൊന്നും ഉണ്ടാവില്ല. അത് അടിയിലേക്കോ അല്ലെങ്കിൽ മേലേക്കോ ഒന്ന് പോയിട്ടുണ്ടാവും. കണ്ടോ, ഇതുകൊണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? കോർണറിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കണം. ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യണം കേട്ടോ, എന്നാൽ അത് ആ പിക്ചർ ചെറുതാവുള്ളൂ. അതിനുശേഷം ലോക്ക് പിടിക്കണം അല്ലേ? ഈ പിക്ചറിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, മൗസിനെ കേട്ടോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് ആപ്പിൽ നിന്ന് സ്ക്വയറോ എന്തെങ്കിലും എടുക്കുക. നെക്സ്റ്റ് ലോക്ക് വിടും. കണ്ടോ, എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെയാണോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പിക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവയ്ക്കാം. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ക്ലിയർ ആയല്ലോ? ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇതുപോലെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഷേപ്സ് ടൂളൊക്കെ എടുത്തിട്ട് ചെയ്യാൻ അറിയാലോ. അതുകൊണ്ട് ഈ തെറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഭംഗിയായിട്ട് എന്ത് ചെയ്യണം? കണ്ടോ, ഇവിടെ നോക്കിയാൽ പ്രസൻറ്റ് എന്നാണ്, ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ കണ്ടോ ഏറ്റവും ടോപ്പിൽ കണ്ടോ, അത് കറക്ഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തെറ്റുകൾ വരുന്നത്. ഇനി വേറെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് തെറ്റ് വരാമെന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇത് എത്ര കോളം എന്ന് വെച്ചാൽ അത്രയും കോളം കറക്റ്റായിട്ട് എടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സെൽ അലൈൻമെൻറ്റ് പ്രധാനപ്പെട്ടതാണ്. സെൻറ്റർ അല്ലേ, ഒരു സെല്ലിൻ്റെ സെൻറ്റർ വരുന്നതാണ്. ടെക്സ്റ്റ് ഡയറക്ഷൻ എന്തിനാണ്? ഇതുപോലെ നേരെ വരാനും വെർട്ടിക്കലായിട്ട് വരാനാണ് ഈ ടെക്സ്റ്റ് ഡയറക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വരണം. ലാസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, ഇത്രയും ചെയ്താൽ 50 മിനിറ്റ്സ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് 20 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ സൗത്തേൺ റെയിൽവേ എന്നുള്ളത് അണ്ടർലൈൻ ഉണ്ട് കേട്ടോ, അണ്ടർലൈൻ ഉണ്ട്. അപ്പം അണ്ടർലൈൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? Ctrl+U ആണ് അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട്. Ctrl+U കണ്ടോ,
അപ്പോൾ കൺട്രോൾ യു ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയി വിചാരിക്കണം. നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതണം, നല്ല ആക്യുറസിയോട് കൂടി ടൈപ്പ് ചെയ്യണം. ഓക്കെ. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.